ഹലോ ഗൈസ്, വീണ്ടും പുതിയൊരു ചലഞ്ചിലോട്ട് വന്നേക്കണാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെഡ്ഫോൺ ചലഞ്ചാണ് കേട്ടോ നമ്മൾ ചെയ്യാൻ വേണ്ടി പോണത്. ഇതിൽ ഇവരെ രണ്ട് ടീമായിട്ടാണ് ഞാൻ, ഒരു ബോയ്സ് ആൻഡ് ഗേൾസ് അങ്ങനെ ഒരു ടീമാക്കിയിട്ടാണ് ഞാൻ ചെയ്തേക്കണത്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഇതിലൊരു പാട്ട് ഇട്ടിട്ട് ഓരോ ടീമിന് കൊടുക്കുന്നതാണ്. അതിൽ ആര് വേണമെന്ന് നിങ്ങൾ തന്നെ ചൂസ് ചെയ്യുക. ഇവർക്ക് ഓപ്പോസിറ്റ് ടീമിന് ഒരു ഡയലോഗും ഒരു സിനിമ ഡയലോഗ് അങ്ങനെ എന്തെങ്കിലും ഇവരോട് പറയാവുന്നതാണ്. ഹെഡ്സെറ്റ് വെച്ചേക്കുന്ന ആളിനോട് അവര് തന്നെ ഉത്തരം പറയണം. 5 പോയിന്റ് ആദ്യം ആര് കിട്ടുന്നോ അവര് ജയിച്ചു. ഓക്കെ, അപ്പൊ സമ്മാനം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ ടൈം ആകുമ്പോഴത്തേക്കും തരാം. ആ ടൈം ആകുമ്പോഴത്തേക്കും നമ്മള് പറയുന്നതാണ് സമ്മാനം. ഇപ്പൊ പറയാൻ പറ്റില്ല. ഗെയിം അപ്പൊ സ്റ്റാർട്ട് ചെയ്യണേട്ടാ. ഫസ്റ്റ് ആരാണ് ചെയ്യാൻ വേണ്ടി പോണത്? ഗേൾസിന് തന്നെ കൊടുക്കാം. ലേഡീസ് ഫസ്റ്റ് എന്നാണല്ലോ, അപ്പൊ നമുക്ക് ഗേൾസിന് തന്നെ കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് പ്രത്യേകം പറയാനുള്ളത് 1 മിനിറ്റ് സമയമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ആ 1 മിനിറ്റ് സമയത്തിനുള്ളിൽ നിങ്ങൾ ഇത് തീർക്കണം കേട്ടാ, എന്നാലേ ജയിക്കുള്ളൂ കേട്ടാ. വിൻ ചെയ്യുള്ളൂ. വായ തുറന്ന് കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കണോട്ടാ ടീം. ഓക്കെ, അപ്പൊ മനസ്സിലാവൂല. ഓക്കെ അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം കേട്ടാ. വെച്ചോ. യെസ്, പാട്ട് തുടങ്ങി. അവിടെ പാട്ട് തുടങ്ങി. എന്താണ് പറയാൻ പോണെന്ന് വെച്ചാല് ഇവര് ഡിസ്കഷനിലാണ് കേട്ടോ. എന്താ പറയാനും പോണെന്നുള്ള ഒരു സ്റ്റാർട്ട് ചെയ്യാൻ പോണേട്ടാ. ഫസ്റ്റ് ഡയലോഗ് എന്താ പറയാൻ പോണേ? ദേ പോയി ഇതാ വന്നു. അതാണ് കേട്ടോ പറയാൻ പോണത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ സംസാരിച്ചിട്ട് ദീർഘിപ്പിക്കുന്നില്ല. അതെ, ടൈം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോണേട്ടാ. ഇല്ല, ഫസ്റ്റ് പറഞ്ഞു കൊടുക്ക്. ദേ പോയി ദാ വന്നു. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തട്ടാ. ദേ പോയി ദാ വന്നു. നീ ആക്ഷൻ കാണിച്ചാ പാട്ട് വെച്ചാലുണ്ട്. നീ അങ്ങനെ കാണിച്ചപ്പോഴാണ്. അപ്പൊ ഫസ്റ്റ് പോയിന്റ് ലേഡീസിന് കിട്ടിയിരിക്കുകയാണ്. സെക്കൻഡ് ഇവർക്ക് കൊടുക്കാം നമുക്ക്. രണ്ടാമത്തെ ഡയലോഗ് എന്നാ ബോയ്സ് മാനം കാക്കണം. നമ്മളാ ആരാണ് നിങ്ങൾ ചൂസ് ചെയ്യാം. ഓക്കെ, ഇക്രു എന്നെ സെലക്ട് ചെയ്തിരിക്കുകയാണ്. പാട്ട് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ. അപ്പൊ എന്താന്ന് വെച്ചാ പറഞ്ഞോ ഡയലോഗ്. ഞാൻ പറഞ്ഞു. ഫിക്രുകല്ലേ? ഫിക്രു ജസ്റ്റ് ലുക്ക് അറ്റ് മീ. പറയട്ടെ. സോറി. റാസൽ ഖൈമേല വീട്ടിൽ ആ രാജകുമാരൻ ഒറ്റയ്ക്കായിരുന്നു. റാസൽ ഖൈമേല വലിയ വീട്ടിൽ ആ രാജകുമാരൻ ഒറ്റയ്ക്കായിരുന്നു. പയ്യെ പറ. റാസൽ ഖൈമേല വലിയ വീട്ടിൽ ആ രാജകുമാരൻ ഒറ്റയ്ക്കായിരുന്നു. റാസൽ ഖൈമേല വലിയ വീട്ടിൽ ആ രാജകുമാരൻ ഒറ്റയ്ക്കായിരുന്നു. എന്താണ്? ഒന്നുകൂടി പറഞ്ഞേ. ഫസ്റ്റ് തൊട്ട്. റാസൽ ഖൈമേല വലിയ വീട്ടിലില്ലേ, നമ്മ ആ വീട്ടിൽ പോയിട്ട് തിരിച്ചു വന്നു, വെട്ടിക്കൊന്നു, കറങ്ങി അവിടെ വെട്ടി. റാസൽ ഖൈമേല വലിയ വീട്ടിൽ ആ രാജകുമാരൻ ഒറ്റയ്ക്കായിരുന്നു. നീ പറയണം. റാസൽ ഖൈമേല വലിയ വീട്ടിൽ ആ രാജകുമാരൻ ഒറ്റയ്ക്കായിരുന്നു. ശ്രദ്ധിക്ക്, എന്നിട്ട് പറ. റാസൽ ഖൈമേല വലിയ വീട്ടിൽ ആ രാജകുമാരൻ പടത്തിന്റെ പേരാണോ? ഒറ്റയ്ക്കായിരുന്നു. എന്താണ് അപ്പൊ 2 പോയിന്റ് വിധിക്കാൻ വേണ്ടി. അപ്പൊ 2 പോയിന്റ് ഇവര് നേടിയിരിക്കല്ലേ. എടാ ആണുങ്ങളെ മാനം കാക്കടോ. അലഞ്ചപ്പ അടുത്തത് റിച്ചു അക്സെപ്റ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ? റിച്ചു, ഞാൻ പറയാം. ബിനീഷാണ് പറയാൻ വേണ്ടി പോണത്. ബിനീഷാണ്. പാട്ട് വെച്ചില്ലേ? പാട്ട് കിട്ടിയില്ലേ? ഓക്കെ അല്ലേ? ഓക്കെ അപ്പൊ തുടങ്ങാട്ടാ.
എന്താണ് പറയാൻ പോകുന്നത്? നടേശ കൊല്ലണ്ട. നല്ല സിമ്പിൾ ആണ്. നടേശ കൊല്ലണ്ട, അതാണ് ട്ടാ. നടേശ കൊല്ലണ്ട. നടേശ കൊല്ലണ്ട. ടൈം സ്റ്റാർട്ട് ട്ടാ. നടേശ കൊല്ലണ്ട. നടേശ കൊല്ലണ്ട. ഒന്നുകൂടി പറ. നടേശ തൈരസേ. നടേശ നടേശ ദോശ ദോശ. പറ്റും പറ്റും. ദോശ തിന്നാന്നോ? അതല്ല. നടേശ മര്യാദക്ക് പറയുന്നുണ്ട്. നടേശ ദോശ കൊല്ലണ്ട. കൊല്ലണ്ട. അതൊന്നുമല്ല, മര്യാദ നടേശ 16 കൊല്ലണ്ട. 15 ആക്ഷൻ നിർത്ത്. 10 seconds ഉള്ളൂ. ഡയലോഗ് പറ. 10 seconds ഉള്ളൂ. കൊല്ലണ്ട. നടേശ തീർന്ന്. ടൈം അപ്പ്. ടൈം അപ്പ്. നടേശ ടൈം അപ്പ്. കൊല്ലണ്ട. ടൈം അപ്പ്. ടൈം അപ്പ്. കൊടുക്കട്ടെ. അപ്പൊ തീർന്ന്. എന്താ പറഞ്ഞത് കേട്ടോ? നടേശ കൊല്ലണ്ട. കൊല്ലണ്ട. നടേശ കൊല്ലണ്ട. എനിക്ക് അപ്പൊ ഇത് കൊള്ളാട്ടെ, ഇത് നല്ല രസം ഉണ്ടായിരുന്നു. അപ്പൊ റിച്ചിന്റെ അടിപൊളിയാണ് അല്ലെ? അതെ, റിച്ചിന്റെ അടിപൊളിയായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇവര് ഒരു പോയിന്റ് നേടിയിരിക്കുകയാണ്. ഇവർക്ക് 2 പോയിന്റും ഇവർക്ക് 1 പോയിന്റ് കേട്ടാ. ഓക്കെ അല്ലേ? പറയണേ കണ്ടല്ല? കേക്കണ്ടല്ല? ഓക്കെയാണ്. അപ്പൊ നിങ്ങൾ ഇനി എന്താ പറയാൻ പോണെന്ന് വെച്ചാ പറഞ്ഞോളൂ. ആദ്യം ഒന്ന് പറഞ്ഞോ. പുഷ്പ എന്നാൽ ഫ്ലവർ അല്ലടാ, ഫയർ ആടാ. യെസ്, കിടിലൻ സാധനം കേട്ടാ. അപ്പൊ ഇതാണ് പുഷ്പ എന്ന ഫ്ലവർ അല്ല, ഫയറാണ്. ആ സാധനമാണ് ചെയ്യാൻ വേണ്ടി പോണത്. അപ്പൊ തുടങ്ങിക്കോട്ടാ. അതൊന്ന് പറഞ്ഞു കൊടുക്ക്, അതുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പുഷ്പ എന്നാൽ ഫ്ലവർ അല്ലടാ, ഫയർ ആണ്. പുഷ്പ എന്നാൽ സ്റ്റാർട്ട് ചെയ്തോണ്ടാ. എന്താണ് പുസ്തകം? ഫ്ലവർ അല്ലടാ, ഫയർ ആടാ. പുസ്തകത്തിൽ തുറന്നു നോക്കണോ? എന്താ പറഞ്ഞേ? പറഞ്ഞോ. സ്പീഡി പറയുള്ളൂ കേട്ടോ. പുഷ്പ എന്നാൽ ഫ്ലവർ അല്ലടാ, ഫയർ ആടാ. പുഷ്പ എന്നാൽ ഫ്ലവർ അല്ലടാ, ഫയർ ആടാ. ഫ്ലവർ അല്ലടാ, ഫയർ ആണ്. ഇനിയും 26 സെക്കൻഡ് ബാക്കിയാണ്. നമ്മളെ ചെക്കൻ ബിനീഷ് മോന് വെറുതെ തകർത്തിരിക്കുകയാണ്. അത് പുഷ്പ എന്ന് പറഞ്ഞാൽ പിന്നെ ബാക്കി പറയാമല്ലോ. മെയിൻ ഡയലോഗ് നിൽക്കുന്നത് നോക്കിയില്ല. 2-2 നിക്കുന്നുണ്ട്. 2-2. ഓക്കെ, സെലക്ട് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് ഏത് ഡയലോഗാണ് കൊടുക്കണ്ടെന്നുള്ളത്. ഓക്കെ അല്ലേ? ആരാ പറയാൻ വേണ്ടി പോണ? ഇക്കുറാണ്. ഇക്കുറാണ് പറയാൻ വേണ്ടി. ഓക്കെ ആണോ നോക്കിയോളൂ, എടുത്തോളൂ. കേൾക്കാൻ പറ്റും, കള്ളത്തര കാണിക്കോളൂ. ഓക്കെയാണോ? സൗണ്ട് ഉണ്ടല്ലോ. അതല്ല ഓക്കെയാണോ? ഓക്കെയാണോ പറഞ്ഞോട്ടെ. കൊച്ചി പഴയ കൊച്ചിയല്ല, ബിലാല് പഴയ ബിലാലാണ്. യെസ്, അപ്പൊ അതാണ്ട പറയാൻ വേണ്ടി പോണത്. കൊച്ചി പഴയ കൊച്ചിയല്ല, ബിലാല് പഴയ ബിലാലാണ്. ഓക്കെ, പറഞ്ഞോളൂ. ആദ്യം പറഞ്ഞോളൂ. കൊച്ചി പഴയ കൊച്ചിയല്ല, ബിലാല് പഴയ ബിലാല്. കൊച്ചി പഴയ കൊച്ചിയല്ല, ചൂണ്ടിക്കാണിച്ചിട്ട് പോലും ഒരു സെക്കൻഡ് പോലും എനിക്ക് പറ്റില്ല. എന്താണ് എങ്ങനെ മനസ്സിലായി? ശരിക്കും പറഞ്ഞ എനിക്ക് ടൈമർ പോലും നെക്കാനുള്ള ഒരു അവസരം ചിപ്പ് തന്നില്ല എന്നുള്ളതാണ്. അയ്യോ, എനിക്ക് അല്ല, ഇവനിങ്ങനെ കൊച്ചി എനിക്ക് മനസ്സിലായി. ബിലാലിന്റെ മനസ്സിലായപ്പോ തന്നെ വിചാരിച്ചു. അതാണ് ആദ്യമേ പറയാൻ, പിന്നെ ഡയലോഗ് കംപ്ലീറ്റ് ചെയ്തിട്ട് പറയാന്ന് വിചാരിച്ചു. അപ്പൊ പൊട്ടിയിരിക്കാണ്. ഇനി നീ ഡയലോഗ് പറയണ്ട. ഓക്കെ, അപ്പൊ ഇവർക്ക് 3 പോയിന്റും നിങ്ങക്ക് 2 പോയിന്റും ആണ് കേട്ടാ. അതെ, 3 പോയിന്റ് പെട്ടെന്നാവട്ടെ. അടുത്തതായിട്ട് ഇന്നാരാണ് അടുത്തത്? ബിനീഷ് തന്നെ ഉണ്ട് അടുത്തത്. നമുക്ക് ചോദിച്ച് പോകാം. നമുക്ക് ചോദിച്ച് പോകാം. അപ്പൊ അതാണ്. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് ചോദിച്ച് പോകാം.
ചിരിക്കണ പോലെ പറഞ്ഞ ഇങ്ങനെ മനസ്സിലാവാൻ വായ തുറന്നു പറ വായ തുറന്നു പറയണം അതാണ് ആ അങ്ങനെ പറയണം അങ്ങനെ പറയണം അങ്ങനെ പറയണം നമുക്ക് ചോദിച്ചു ചോദിച്ചു പോകാം നമുക്ക് ചോദിച്ചു ചോദിച്ചു പോകാം സ്റ്റാർട്ട് ചെയ്യണ്ട ഇത് വായനക്കുന്നില്ല കേട്ടോ ഭയങ്കരമായിട്ട് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പഴാണ് സ്റ്റാർട്ട് ചെയ്തത് പറഞ്ഞോളൂ പറ നമുക്കേ ചോദിച്ചു ചോദിച്ചു പോകാം നമുക്ക് ചോദിച്ചു ചോദിച്ചു പോവാം കലക്കി 3 പോയിന്റിൽ ഇങ്ങനെ നിക്കണുണ്ട് രണ്ടുപേരും നല്ല ടൈപ്പിലാണ് ശരിക്കും പറഞ്ഞാല് ബിനീഷ് മോന് എല്ലാം നല്ല അടിപൊളിയായിട്ട് ക്യാച്ച് ചെയ്യുന്നുണ്ട് അതാണ് നമ്മളെ പിടിച്ചിരുത്തിയത് നല്ല പോലീസാണ് പിന്നെ വേറെ level. ഇവനെ കൊണ്ടൊന്നും ഒന്നിനും റിച്ചുവിന് പാട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം ഇനി അടുത്ത ഡയലോഗ് പറഞ്ഞു If you are bad, I am your dad. If you are bad, I am your dad. Okay? ആ ഡയലോഗ് കണ്ടാ അപ്പൊ ഇനി പറയാൻ വേണ്ടി പോണേ പറയാലോ ടൈം സ്റ്റാർട്ട് ചെയ്തു ടൈം സ്റ്റാർട്ട് ചെയ്യാം ഇത് ആദ്യം പറഞ്ഞു മനസ്സിലാക്കി If you are bad, I am your dad. ഓക്കെ ടൈം സ്റ്റാർട്ട് ചെയ്തോണ്ടാ If you are bad, I am your dad. അതെ If you are bad, I am your dad. റസൂലിന്റെ നാടാ മര്യാദക്ക് If you are bad, I am your dad. റസൂലിന്റെ നാട് If you are bad, I am your dad. If you are bad, I am your dad. അല്ല സിമ്പിൾ ആയിട്ട് പറഞ്ഞെടുത്തേ അറിയാവുന്ന ഡയലോഗാണോ എല്ലാവരും കേട്ടിട്ടുണ്ടോ യെസ് വളരെ ഫേമസ് ഡയലോഗാണ് ശരിക്കും പറഞ്ഞാൽ എന്തോന്ന് If you are bad, ഏകദേശം I am എത്തി your dad. ഫ്യൂവാ മനസ്സിലാക്കാൻ പറ്റുന്നില്ല 17 സെക്കൻഡ് If you are bad, I am your dad. മര്യാദ പറഞ്ഞു തോറ്റുകൊണ്ടിരിക്കുകയാണ് ഇവർക്ക് 4ാമത്തെ പോയിന്റ് അതിന്റെ ഓഫീസ് വർക്കാണ് ഹിന്ദിക്കാരൻ യെസ് ടൈം അപ്പ് ഒരു എക്സ്പെക്ട് എങ്ങനെയൊക്കെ എന്താ പറഞ്ഞേ പറഞ്ഞു ഇഫ് യു ആർ ബാഡ് ഐ ആം യുവർ ഡാഡ് അതാണ് ശരിക്കും പറഞ്ഞാൽ മാത്രം എനിക്ക് കേട്ടോ ആ കേട്ടല്ലേ ഇത് വെച്ചിട്ട് കേട്ടല്ലേ അങ്ങനെ എന്തോ പക്ഷെ അത് ഡയലോഗ് എനിക്ക് അങ്ങോട്ട് പോയില്ല ഓക്കെ അപ്പൊ ഇവര് 4 പോയിന്റ് കരസ്ഥമാക്കിയിരിക്കുകയാണ് 4-3 കേട്ടോ 4-3 റിച്ച് മോള് പറയാൻ വേണ്ടി പോണെന്ന് പറഞ്ഞു എന്താണ് ഇത്രയൊക്കെ ചീപ്പാണോ ആർട്ടിസ്റ്റ് ബേബി ഇത്രയൊക്കെ ചീപ്പാണോ ആർട്ടിസ്റ്റ് ബേബി അങ്ങനെ ഉണ്ടാ എന്തായാലും നമുക്ക് പറയാം നോക്കാം ടൈം ഓക്കെ ഇത്രയൊക്കെ ചീപ്പാണോ ആർട്ടിസ്റ്റ് ബേബി ഓക്കെ ടൈം സ്റ്റാർട്ട് ഇടാ ഇത്രയൊക്കെ ചീപ്പാണോ ആർട്ടിസ്റ്റ് ബേബി എനിക്ക് ഇഷ്ടമൊന്നോ ലവ് യു ഇഷ്ടല്ല ഇത്രയൊക്കെ ചീപ്പാണോ ആർട്ടിസ്റ്റ് ബേബി ബേബി ആ ഓക്കെ ബേബി കിട്ടി ശരിക്കും ബേബി ഏ ഇത്രയൊക്കെ ചീപ്പാണോ ആർട്ടിസ്റ്റ് ബേബി ഓ ആർട്ടിസ്റ്റാ നീ ഉണ്ട് അയ്യോ സൗബിന്റെ പടത്തിലെ ആർട്ടിസ്റ്റ് ബേബിയാ ഡയലോഗ് എന്താ എനിക്കറിയില്ല അത്രക്ക് മോശമാണ് എന്താണ് ആർട്ടിസ്റ്റ് ബേബി അത്രക്ക് മോശമാണ് ആർട്ടിസ്റ്റ് ബേബി ഇതെന്താണ് ഇപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് 16 സെക്കൻഡ് ആർട്ടിസ്റ്റ് ബേബി അത്രക്ക് മോശമാണ് ആർട്ടിസ്റ്റ് ബേബി ഏകദേശം കറക്റ്റ് ശരിക്കും പറഞ്ഞാല് കറക്റ്റ് അത്രക്കും ചീപ്പാണ് ആർട്ടിസ്റ്റ് ബേബി അടിപൊളിയായിരുന്നു കറക്റ്റ് ഇതണ്ട 1-0 ആവാനായപ്പോഴത്തേക്ക് നമ്മളെ ഫിക്രുമോ പറഞ്ഞു കഴിഞ്ഞ് ശരിക്കും പറഞ്ഞ നല്ല അടിപൊളിയായിട്ട് പറഞ്ഞു ഇപ്പൊ ഇവര് തന്നെ ജയിച്ചിരിക്കണാണ് ഈ സംഭവം 5-3 അതിൽ ജയിച്ചിരിക്കണാണ് ശരിക്കും പറഞ്ഞ അടിപൊളിയായിരുന്നു എന്താണ് നിങ്ങൾ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു അല്ല ഈ സാധനം ചവിട്ടിൽ വെച്ചിട്ട് എങ്ങനെ ഉണ്ട് ശരിക്കും ഒന്നും കേൾക്കണ്ടായിരുന്നു കേട്ടോ ആണല്ലേ
അതെ ഇത് വെക്കണോന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. എന്റെ ബോട്ടിന്റെ എന്റെ ഹെഡ്സെറ്റ് ആണ്. അവർക്കൊരു പ്രൊമോഷൻ ആയിക്കോട്ടെ. പറയണ്ട, ഇതിനാ വീട്ടിൽ കൊണ്ടുപോകും. ശരിക്കും പറഞ്ഞാല് ഇത് കഴിക്കുമ്പോ ശരിക്കും നിങ്ങളെ അഭിപ്രായം പറയാൻ നിങ്ങൾക്ക് ആർക്ക് കൊടുക്കാനായിരുന്നു ആഗ്രഹം എന്നുള്ളത് നിങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ എന്തായാലും സപ്പോർട്ട് ഇവരിക്കാണ് സപ്പോർട്ട് നമുക്ക് അറിയാലോ. നമുക്ക് എന്തായാലും അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. നല്ല വെറൈറ്റി ചലഞ്ച് ആയിരുന്നു അല്ലേ? നല്ല എക്സ്പീരിയൻസ് ഒക്കെ അടിപൊളിയായിരുന്നില്ല? ഇനിയിപ്പോ ഇനിയും പുതിയ വീഡിയോസ് ആയിട്ട് നമ്മൾ ഇനിയും വരുന്ന ചലഞ്ച് നല്ല ഇതെന്തായാലും നമുക്ക് വേറെ രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യാം. ഇനി ബാക്കിയുള്ളത് അവര് പറയട്ടെ. അതെ വേറൊരു കാര്യം പറയാനുണ്ട്. എന്താണെന്നറിയോ, നമ്മളിപ്പോ 17K കഴിഞ്ഞിട്ടുണ്ട്. സൂൺ തന്നെ നമ്മള് 20K ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പൊ നിങ്ങൾ എന്തായാലും നമ്മളെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ബെൽ ഐക്കൺ അടിച്ചു പൊട്ടിക്കുക.